Hi friends, it's me Aslam from FTech Support. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു ഹിഡൻ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം നമ്മുടെ ഫയൽസ് എല്ലാം ഹിഡൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതും നോട്ട്പാഡ് ഉപയോഗിച്ചിട്ട്. സോ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്ന മുമ്പ് ഇതെങ്ങനെ പ്രവർത്തിക്കും നമുക്ക് നോക്കാം. അതിനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടായി വന്നിട്ടുണ്ട്, ഹിഡൻ എന്ന ഫോൾഡർ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിൽ 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ഫയലിൽ എന്തെങ്കിലും കറപ്റ്റഡ് ആവുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഞാൻ ഫസ്റ്റ് ഫയൽ ഞാനൊരു 1 2 3 എന്ന് വെച്ച് സേവ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫയൽ ഞാൻ FTech Support എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ബാക്കിലോട്ട് പോകുന്നു. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, വെൽക്കം ടു FTech Support, ആർ യു ഷുവർ ടു അൺലോക്ക് ദിസ് ഫോൾഡർ. ഞാൻ നോ കൊടുക്കുന്നു. അൺലോക്ക് ആയിട്ടില്ല. ഇത് നമ്മൾ 2 ഫയൽസും ഉണ്ട്. എഗെയിൻ ഞാൻ ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആ സെയിം മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വെറുതെ ഒരു ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇൻവാലിഡ് ചോയ്സ് ആണ്. ഓക്കെ, ഞാൻ യെസ് ചെയ്യുന്നു. അതിനകത്ത് അൺലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫോൾഡർ അൺലോക്ക് ആയി പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഫോൾഡർ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഷോ ഹിഡൻ ഫയൽസ് കൊടുത്താൽ കാണുന്നുണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി ഫോൾഡർ ഓപ്ഷനിൽ പോകുന്നു, ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷനിൽ പോകുന്നു, വ്യൂവിൽ പോകുന്നു ആൻഡ് ഷോ ഹിഡൻ ഫയൽസ് സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ആൻഡ് ഓക്കെ. ഓക്കെ, നമ്മളിവിടെ ഹിഡൻ ഫയൽസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അത് വീണ്ടും ഹൈഡ് ചെയ്ത് വെക്കുന്നു, വ്യൂവിൽ പോകുന്നു, ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ്, ഓക്കെ, അപ്ലൈ, ഓക്കെ. ഞാൻ ഇനി വീണ്ടും ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പുതിയ മെസ്സേജ് ബോക്സ് വന്നിട്ടുണ്ട്, വെൽക്കം ടു FTech Support, ആർ യു ഷുവർ ടു അൺലോക്ക് ദിസ് ഫോൾഡർ. ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അത് അൺലോക്ക് ആയിട്ടില്ല. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ പോലെ എക്സ് എന്ന് അടിക്കുന്നു, ഇൻവാലിഡ് ചോയ്സ്. ഞാൻ അൺലോക്ക് ചെയ്യണം. ഞാൻ വൈ അടിച്ചിട്ട് എൻ്റർ അമർത്തുന്നു. ഓക്കെ, ഇവിടെ അൺലോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫോൾഡറിൽ കയറ്റി എന്തെങ്കിലും മാറ്റം വന്നിക്കണോ, നമ്മുടെ ഫയൽസ് കറപ്റ്റ് ആയിക്കണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഫയൽ കറപ്റ്റ് ആയിട്ടില്ല. രണ്ടാമത്തെ ഫയലിലും ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതിനർത്ഥം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നോട് അൺലോക്ക് ചെയ്യണം. ഓക്കെ, എനിക്ക് ലോക്ക് ചെയ്യണം. ലോക്കായി പോയി. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് അൺലോക്ക് ചെയ്യാൻ ചോദിക്കുന്നു. ഞാൻ അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ആയി വന്നു. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആക്ച്വലി ഇതൊരു ബാച്ച് ഫയലാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നോട്ട്പാഡ് തുറന്നതിന് ശേഷം ഈ കമാൻഡ്സ് ഞാൻ നോട്ട്പാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഈ കമാൻഡ്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഇത് ഫയൽസിൽ പോകുന്നു, സേവ് ആസിൽ പോകുന്നു. ഒരു ഫയൽ നെയിം അടിച്ചതിന് ശേഷം .bat എന്ന എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടായി വന്നിട്ടുണ്ട്, ബാച്ച് ഫയൽസ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ നേരത്തെ പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഫോൾഡർ ക്രിയേറ്റ് വരും. അതിൽ നമുക്ക് വേണ്ട ഫയൽസ് എല്ലാം കോപ്പി ചെയ്യുക. അതിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലടുത്ത ചോയ്സ് വരും, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരപ്പോൾ അതിന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായി പോകും. ഈ ഫോൾഡർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത ഫയൽസും കാണാൻ പറ്റും. അത് എങ്ങനെ കാണണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.